ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം? ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു സീതാറാം യെച്ചൂരി. പലപ്പോഴും ആശയവ്യക്തത വരാത്ത ഇടങ്ങളിലെല്ലാം സീതാറാം യെച്ചൂരി വെളിച്ചമായി നിന്നു. പ്രധാനമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ലീഡിംഗ് ലൈറ്റ് ഓഫ് ലെഫ്റ്റ്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് രാജ്യം. JNUവിൻ്റെ മണ്ണിൽ സീതാറാം തൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ മണ്ണിൽ പ്രധാനമന്ത്രിയും JNUവിൻ്റെ ഒരു കാലഘട്ടത്തിലെ അധികാരിയുമായിരുന്ന, JNUവിൻ്റെ ചാൻസലറായിരുന്ന ഇന്ദിരാഗാന്ധിയെ ആ മണ്ണിൽ നിന്ന് വെല്ലുവിളിച്ച പ്രിയപ്പെട്ട സീതാറാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച ആ മണ്ണിൽ യെച്ചൂരിക്ക് വികാരനിർഭരമായ യാത്രയേപ്പാണ് നൽകിയത്. പൂർവ്വ വിദ്യാർത്ഥികളും പുതിയ തലമുറയും ഒരുമിച്ച് വിളിച്ചു സീതാറാം അമർ രഹേ. പൊതുദർശനത്തിലുടനീളം സീതാറാമിൻ്റെ JNU എന്ന് വിദ്യാർത്ഥികൾ ഇടതടവില്ലാതെ മുഷ്ടിച്ചുരുട്ടി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടേയിരുന്നു. പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ നേതാക്കളും യെച്ചൂരിയുടെ സഹപാഠികളുമടക്കം നിരവധി പേരാണ് എത്തിയത്. വിളിച്ചിട്ടും ആവേശമണഞ്ഞില്ല. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട് ഡിയർ കംറേഡ്. പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം വസന്തകുഞ്ചിലെ വസതിയിലെത്തിച്ചു. രാത്രി മുഴുവൻ വസന്തകുഞ്ചിലെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാവിലെ 10 മണിയോടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഓഫീസ് AKG ഭവനിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവരും. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട് ഒപ്പം ശ്രീജിത്തുമുണ്ട്. ആദ്യം ആദിൽ പാലോട്ടിലേക്ക്. ആദിൽ പാലോട്, വീട്ടിലേക്ക് എപ്പോഴേക്കാണ് ആ ഭൗതിക ശരീരം എത്തിച്ചത്? കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. JNUവിൽ വലിയ ആവേശത്തോടു കൂടിയ യാത്രയേപ്പാണ് നമ്മൾ കണ്ടത്. വൈകാരികമായ യാത്രയപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രകൃതിയും വൈകാരികമായി തന്നെയാണ് സീതാറാം യെച്ചൂരിക്ക് യാത്രയപ്പ് നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. നന്നേ ഇടുങ്ങിയ വഴിയാണ്, ചെറിയ ഒരു സ്പേസാണ്, അവിടെ അധികം ക്യാമറകൾക്ക് നിൽക്കാൻ പോലും കഴിയില്ല എന്നെനിക്കറിയാം. എങ്കിലും എങ്ങനെയാണ് സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം വീട് ഏറ്റുവാങ്ങിയത്? ദീർഘകാലമായി വസന്തകുഞ്ചിലാണ് സീതാറാം യെച്ചൂരി താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് അതിന് മുന്നിൽ വശത്ത് എഴുതി വെച്ചിട്ടുണ്ട് സീമ എന്നിങ്ങനെ. സീതാറാം യെച്ചൂരിയുടെ ചുരുക്കപ്പേര് സീത എന്നും സീമ ചിസ്തി ഭാര്യയുടെ ചുരുക്കപ്പേരും കൂടി ചേർത്ത് മുന്നിൽ തന്നെ അടയാളമുണ്ട്. ആ വീട്ടിലേക്ക് സീതാറാം യെച്ചൂരി അവസാനമായി എത്തുന്ന ദൃശ്യങ്ങൾ അത് വൈകാരികമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അരുൺ പറഞ്ഞതുപോലെ ആലങ്കാരികമായി പറയുകയാണെങ്കിൽ പ്രകൃതി പോലും വൈകാരികമായി പ്രതികരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഡൽഹിയിൽ കോരിച്ചൊരിയുന്ന മഴയാണ്, പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. ആ രൂപത്തിലുള്ള മഴയ്ക്കിടെയാണ് മൃതദേഹം ഇറക്കി ഈ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകാൻ തന്നെ നന്നേ ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. 4:15 ദില്ലി എയിംസിൽ നിന്നും മൃതദേഹം പാർട്ടി സഖാക്കളും പാർട്ടി നേതാക്കൾ ഒപ്പം കുടുംബവും ഏറ്റുവാങ്ങുന്നത്. MA ബേബി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മൃതദേഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഏറ്റുവാങ്ങി പിന്നീട് JNUവിലേക്ക് കൊണ്ടുപോയി. JNUവിൽ നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യം അത് പൂർണ്ണമായും വികാരനിർഭരമായി സഖാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ച അത് വൈകാരികം എന്നതിൽ കവിഞ്ഞൊന്നും പറയാനില്ല. ആ നിലയ്ക്ക് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് JNU എന്നത് സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന്റെ ഒരു വാതിലായിരുന്നു എന്നതാണ്. വളരെ നന്നായി പഠിച്ചിരുന്ന, എല്ലാ ക്ലാസ്സിലും ഉന്നത മാർക്ക് നേടിയിരുന്ന, റാങ്ക് നേടിയിരുന്ന ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി ചിന്തിക്കുന്നത് JNUവിൽ വെച്ചാണ് സീതാറാം യെച്ചൂരി. പിന്നീട് നിർണായകമായ അതൊരു സമരത്തിന്റെ വലിയ കാലം കൂടിയായിരുന്നു സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം. അവിടെ വീണ്ടും ഒരിക്കൽ കൂടി സീതാറാം യെച്ചൂരി അവസാനമായി ചെന്നു. നേരത്തെ സീതാറാം യെച്ചൂരി മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വെക്കും എന്നൊരു തീരുമാനമോ നിശ്ചയമോ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട്
പിന്നീട് വിദ്യാർത്ഥികളുടെ ആവശ്യം, ഒപ്പം പാർട്ടി സഖാക്കളും പാർട്ടി നേതൃത്വവും ആലോചിച്ച് JNUവിൽ ഒരിക്കൽ കൂടി പൊതുദർശനത്തിന് വെക്കണമെന്ന് തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അത് വൈകാരികമായൊരു വിടവാങ്ങൽ ചടങ്ങ് തന്നെയായ അനുശോചന സംഗമം മാറി എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും നമ്മൾ അനുഭവിക്കുകയും ചെയ്തത്. വൈകുന്നേരം 6 മണിയോടുകൂടി 1 മണിക്കൂർ മുൻപ് ഇവിടെ മൃതദേഹം വസന്തകുഞ്ചിലെ വസതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അവസാന യാത്രയാണ് എന്നുള്ളതാണ്. വീട്ടിലേക്ക് ഒരുപാട് പേര് സീതാറാം യെച്ചൂരിക്ക് അവസാന യാത്ര വിടവാങ്ങൽ നടത്താനായി എത്തുന്നുണ്ടോ? വിട ചൊല്ലാൻ വേണ്ടി എത്തുന്ന മനുഷ്യര് നേരിട്ടുള്ള ബന്ധുക്കളല്ലെന്ന് എനിക്കറിയാം. സീതാറാം യെച്ചൂരി എപ്പോഴെങ്കിലും നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹിച്ചിരുന്ന മനുഷ്യരും ആ കൂട്ടത്തിലുണ്ടാവും. വീട്ടിലും വലിയ ആൾത്തിരക്കാണോ ഇപ്പോൾ? വീട്ടിലും വലിയ ആൾത്തിരക്കാണ്. ചില സാങ്കേതിക ഒരു പരിമിതി നമുക്ക് അവിടെ നിന്ന് തത്സമയം ദൃശ്യങ്ങൾ കാണിക്കുന്നതിലുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പരിമിതി. ഏതായാലും വലിയ തോതിൽ ആളുകൾ അവിടെ എത്തുന്നുണ്ട്. അത് അരുൺ പറഞ്ഞതുപോലെ ബന്ധുക്കളല്ല, അത് പാർട്ടി ബന്ധുക്കളാണ്, സഖാക്കളാണ് എത്തുന്നത്. പലതവണ കണ്ടവർ, വളരെ പാവപ്പെട്ടവർ, നമ്മൾ കാണുമ്പോൾ തന്നെ വളരെ പാവപ്പെട്ടവർ. അത് സീതാറാം യെച്ചൂരിയുള്ള സൗഹൃദം, ആ സൗഹൃദ വലയം അത്ര വിശാലമായിരുന്നു. അത് അവരുടെ പണം നോക്കിയോ പത്രാസ് നോക്കിയോ ആയിരുന്നില്ല സൗഹൃദം എന്നുള്ളത്, അവരുടെ പദവി നോക്കിയായിരുന്നില്ല സൗഹൃദം. പ്രധാനമന്ത്രി മുതൽ സാധാരണക്കാരന്റെ വരെ സുഹൃത്തായിരുന്നു സീതാറാം യെച്ചൂരി എന്നുള്ളതാണ് നമ്മൾ ദില്ലിയിൽ കാണുന്ന കാഴ്ച. അതിനനുസൃതമായി രാഷ്ട്രീയ ബന്ധുത്വത്തെക്കാൾ വലിയ ബന്ധുത്വം എന്തുണ്ട്? സഖാവ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ അടയാളപ്പെടുത്തൽ എന്തുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്നത് പോലെ. അതിൽ ആ വീട് കാണുമ്പോൾ ഈ മനുഷ്യൻ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് 1ാം റാങ്ക് നേടിയ പ്രതിഭയാണ്. രാജ്യത്തെ, അതായത് CBSE പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയാണ് പാസ്സായി വരുന്നത്. പിന്നീട് ബിരുദത്തിനാണെങ്കിലും സെന്റ് സ്റ്റീഫൻസിൽ നിന്ന്, ബിരുദാനന്തര ബിരുദത്താണെങ്കിലും JNUവിൽ നിന്നും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി അത്രമേൽ അക്കാദമിക വൈദഗ്ധ്യം പ്രകടിപ്പിച്ച മനുഷ്യനാണ്. ഒരു പക്ഷേ JNUവിൽ ഗവേഷണമൊക്കെ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഇന്ന് ലോകമറിയുന്നൊരു വലിയ എക്കണോമിസ്റ്റോ ലോകമറിയുന്നൊരു സാമൂഹ്യ ചിന്തകനോ ഒക്കെയായി മാറപ്പെടേണ്ടയാളാണ് രാഷ്ട്രീയത്തിലൂടെ CPMന്റെ സമസ്യകൾക്ക് നിർദ്ധാരണം കണ്ടെത്താൻ ശ്രമിച്ചത്. ഒടുവിലൊരു കുഞ്ഞു വീട്ടിലേക്കാണ് മടക്കം, അല്ലേ? അതിൽ ഉറപ്പായും നമ്മളത് കാണുമ്പോൾ അത് നേരിട്ട് ബോധ്യപ്പെടുകയാണ് അരുൺ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാചാലമായിരുന്നു ഇത് സംബന്ധിച്ച്, ആളുകളുടെ പ്രതികരണം കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ആ ഇടുങ്ങിയ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നു. ആംബുലൻസിൽ നിന്നിറക്കി ഒരു ഇടവഴിയിലൂടെ വീടല്ല ഫ്ളാറ്റാണ്, ഫ്ളാറ്റിന്റെ തൊട്ട് താഴെ കൊണ്ടുവയ്ക്കുന്നു. പക്ഷേ അതും എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകാൻ പോലും അത് എങ്ങനെ വളരെ സാഹസപ്പെട്ടാണ്, ആയാസപ്പെട്ടാണ് ആളുകൾ സഖാക്കൾ ചേർന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വലിയ ആ പടിക്കെട്ടുകൾ കയറിയാണ് പോകുന്നത്. ഈ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെക്കാൻ പറ്റുന്ന ഒരു ലിഫ്റ്റ് പോലും അവിടെ ഇല്ല എന്നാണ്, അല്ലേ? ആ രീതിയിലാണ് ആ വീടിന്റെ ഇടുങ്ങൽ എന്ന് പറയുന്നത്. വീടിടുങ്ങിയിരുന്നെങ്കിലും വിശാലമായ പ്രത്യയശാസ്ത്രത്തെ, ഇന്ത്യയുടെ രാഷ്ട്രീയ അവസ്ഥയോട് കണ്ണി ചേർക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. ഞാൻ അതിലേക്ക് വരാം. അതിൽ ഇപ്പോൾ നമുക്ക്